ഒരിക്കൽ സഹാബികൾ നബിയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അബൂ ത്വാലിബ് വഫാത്തായതല്ലേ എന്ന് ചോദിച്ചു. നബി തങ്ങളെ എല്ലാ നിലയിലും സംരക്ഷിച്ചിരുന്ന ആളായിരുന്നു അബൂ ത്വാലിബ്. ചില ദിവസങ്ങളിൽ രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല എന്നാണ്. അബൂ താലിബ് നബി തങ്ങളുടെ മൂത്താപ്പയാണ്. എളാപ്പ എന്ന് പറയലുണ്ട്, അതും ശരിയായിരിക്കാം. അബ്ദുള്ള എന്നവരാണ് അബ്ദുൽ മുത്തലിബിന്റെ ഏറ്റവും ചെറിയ മകൻ എന്നതാണ് ശരിയായ താരീഖ്. അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ മൂത്താപ്പരായിട്ടാണ് വരിക. അപ്പൊ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയാണ്, വാപ്പാന്റെ ജ്യേഷ്ഠനാണ്. വിശ്വസിച്ചിട്ടില്ല, പക്ഷെ നബിനോട് വലിയ ഇഷ്ടമാണ്. പല ദിവസങ്ങളിലും രാത്രി ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നില്ല മോനെ, നിനക്ക് ആളുകൾ എന്തെങ്കിലും അപകടം വരുത്തി വെക്കുമോ എന്ന ഭയം കാരണമാണ് പല ദിവസങ്ങളിലും രാത്രി ഞാൻ ഉറങ്ങാറില്ലാതിരുന്നത് എന്ന് പറഞ്ഞു അബൂ താലിബ് ഒരിക്കൽ നബിയോട്. അങ്ങനത്തെ അബൂ താലിബ് വഫാത്തായതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, അബൂ താലിബ് വഫാത്തായതല്ല. അപ്പൊ ചോദിച്ചു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചു. അബൂ താലിബ് കഴിഞ്ഞാൽ പിന്നെ നബി തങ്ങളെ ഏറ്റവും സംരക്ഷിച്ച ആള് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. സമ്പന്നയാണ്, തറവാട്ടുകാരിയാണ്, ജോലിക്കാരുള്ള ആളാണ്, കുലീനയാണ്, ധൈര്യശാലിയാണ്. അപ്പൊ പറഞ്ഞു, അതുമല്ല, പിന്നെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു. ത്വായിഫ്ക്ക് അങ്ങോട്ട് പോയത് നടന്നിട്ടാണ്, ഇങ്ങോട്ട് പോകുന്നത് ഓടിയിട്ടാണ്. മക്കയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററാണ് ത്വായിഫിലേക്കുള്ള ദൂരം. ത്വായിഫിൽ പോയവർക്കറിയാം, വലിയ ഉയരമുള്ള കുന്നിൻ പ്രദേശമാണ് ത്വായിഫ്. ത്വായിഫിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇപ്പൊ റോപ്പ് വേ സിസ്റ്റം വന്നിട്ടുണ്ട്. മേലെ കൊട്ടയിലാണ് കയറി ഇരുന്നാൽ ഉരുണ്ടിട്ട് താഴത്തേക്കൊണ്ട് എത്തും. അങ്ങനെ നല്ല കുന്നാണ്. ഇപ്പോൾക്ക് റോഡൊക്കെ ആയി. അന്ന് റോഡില്ലാത്ത കാലത്ത് നടന്നു കൊണ്ടുപോയി ത്വായിഫിലേക്ക്. ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും, നബി തങ്ങൾ ത്വായിഫിൽ ചെന്ന് ദീന് പറഞ്ഞു, ഓല് സ്വീകരിച്ചില്ല, അപ്പം ഇങ്ങടനാണ് പോന്നൂന്ന്. അങ്ങനല്ല, ത്വായിഫിൽ ചെന്ന് ദീന് പറഞ്ഞു. ഒരു 4 ആൾ എഴുന്നേറ്റിട്ട് ആ കുട്ടികളുടെ ഇടയിൽ പോയിരിക്കും. കുറച്ച് മുതിർന്ന ഒരു 4 ആൾക്കാർ ആ ഗ്രില്ലിന്റെ അടുത്തുള്ള ആ കുട്ടികളുടെ ഇടയിൽ ഓലടയിൽ പോയിരുന്നാൽ മതി. വെറുതെ എഴുന്നേൽക്കി. ആരെങ്കിലും ഒരു 4 ആൾക്കാർ അവിടുന്ന് എവിടുന്നേലും എഴുന്നേറ്റിട്ട് പോയിരിക്കും. ഒരാളായി, 2 ആളായി. ഒരിടയിൽ ഇരുന്നാൽ മതി, വേറെ ഒന്നും കാട്ടൊന്നും വേണ്ട. കുട്ടികളെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അവസാനം നമ്മൾ ദ്വാരക്കുമ്പോൾ ഇജാബത്തിന് പോലും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പോലെ ഓടിക്കരുത്, ഇവിടെ നിന്നോട്ടെ. തൽക്കാലം നമ്മളെ പ്രസംഗം കഴിയോടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് അതിൻ്റെ ഇടയിൽ പോയിരുന്നാൽ മതി. അവിടെ ഇരിക്കും. അങ്ങനെ അതിൻ്റെ വഴി. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. അപ്പൊ ത്വായിഫിൽ നിന്നുള്ള മടക്കയാത്രയാണെന്ന് പറഞ്ഞു നബി തങ്ങളുടെ. ത്വായിഫ് യാത്ര ശരിക്കും പഠിക്കേണ്ട ഒരു യാത്രയാണ്. ഏഷ്യ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ മെന്റൽ ഹോസ്പിറ്റലുള്ള സ്ഥലമാണ് ത്വായിഫ്. സൗദിയിലെ വലുത് എന്നല്ല ഞാൻ പറഞ്ഞത്, ഏഷ്യയിലെ ഏറ്റവും വലിയ മെന്റൽ ആശുപത്രിയുള്ള സ്ഥലമാണ് ത്വായിഫ്. ഓൽക്കും അറിയാതെ, ത്വായിഫേർക്കും അറിയാം ഏറ്റവും വലിയ മെന്റൽ ആശുപത്രി ഞങ്ങളുടെ നാട്ടിലാണ്.
അതാണ് ത്വായിഫ് എന്ന് പറഞ്ഞ നാട്. അതുകൊണ്ട് ത്വായിഫ് യാത്ര ശരിക്കും പഠിക്കാൻ മാത്രമുണ്ട്. 100 കിലോമീറ്റർ നടന്ന് ത്വായിഫിലെത്തി. ത്വായിഫിൽ ആരാ ഉള്ളത്? നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെ കുടുംബക്കാരാണ്. ആമിന ബീവിയുടെ ബന്ധുക്കളാണ്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് അമ്മോന്മാരാണ്. ഒരു മനുഷ്യൻ എല്ലാ നിലയിലും കുടുങ്ങിയാല് പിന്നെ പോണ സ്ഥലാണ് അമ്മോന്റെ അടുത്തേക്ക്. എല്ലാ നിലക്കും പെട്ടാല് ലാസ്റ്റ് ഒരു ചെക്കൻ ആര് പറഞ്ഞാലും കേൾക്കണില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മോനോടും കൂടി ഒന്ന് പറഞ്ഞു നോക്കുക എന്ന് തീരുമാനിക്കും. അവസാനത്തെ പിടിവള്ളിയാണ് അമ്മാവൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവന്മാരുടെ നാടാണ് ത്വായിഫ്. അതുകൊണ്ട് എല്ലാ നിലയിലും കുടുങ്ങിയപ്പോ അതിന്റെ മുമ്പ് ചെറിയ ചെറിയ യാത്രകളുണ്ട്. മുത്തുനബി പോയിട്ടില്ല എന്നേ ഉള്ളൂ, സംഘം പോയിട്ടുണ്ട്. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ ചെന്ന ഉടനെ പോന്നതല്ല, 10 ദിവസം ത്വായിഫിൽ കറങ്ങിയിട്ടുണ്ട്. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നും കൊടുത്തില്ല. ചെന്നുകാണ്ടിന് പോരല്ല, അന്നവും വെള്ളവുമില്ലാതെ 10 ദിവസം വീടുകൾ കയറി ഇറങ്ങി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും വന്നില്ല എന്ന് മാത്രമല്ല, കൂർത്ത പാറക്കല്ലുള്ള പ്രദേശമാണ് ത്വായിഫ്. നല്ല കൂർത്ത പാറക്കല്ലെടുത്ത് നെരിയാണി നോക്കി എറിഞ്ഞിട്ട് കാലിൽ നിന്ന് രക്തം വന്നിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് കടന്നപ്പോൾ മുന്തിരിത്തോട്ടത്തിലുണ്ടായിരുന്ന കിണറിലെ വെള്ളത്തിൽ മാലിന്യം കലർത്തി. ആ മുന്തിരിത്തോട്ടത്തിൽ പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. റോഡ് സൈഡില് 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് കരുതി കൈ കെട്ടിയ സ്ഥലത്ത് നിന്ന് കൈ അഴിച്ചു വിട്ടു. തുർക്കികളുടെ ഭരണകാലത്ത് കരിങ്കല്ല് കൊണ്ട് അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. പിന്നീട് ഒരു വിശ്രമിക്കാൻ വേണ്ടി ഒരു മലയുടെ താഴ്വാരത്തിരുന്നപ്പോ മലയുടെ ബാക്കിലൂടെ കയറി വന്ന് ശത്രുക്കൾ വലിയൊരു പാറക്കല്ല് ഉരുട്ടി തലയിലൂടെ മറിച്ചിട്ടു. കല്ല് വന്നു വേറൊരു കല്ലിൽ തടഞ്ഞു നിന്നത് ഇപ്പോഴും അതേമാതിരി ഉണ്ട്. ത്വായിഫ് പോയാൽ കാണാം. സൗദി ഗവൺമെന്റ് അവിടെ കമ്പിവേലി കെട്ടിയിട്ട് ഇതിന് ഒരു പ്രാധാന്യവും ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മലയാളത്തിലല്ല, അറബിയില്. ഒരു പ്രാധാന്യമില്ലെങ്കിൽ പിന്നെ കമ്പിവേലി വേണ്ടല്ലോ, എന്തോ ഒന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പോഴും പോയാൽ കാണും. ഇപ്പോഴും പോയാൽ കാണും വലിയൊരു കല്ല് ചെറിയൊരു കല്ലുമ്മ തടഞ്ഞു നിൽക്കുന്നത്. അതിന്റെ താഴെയാണ് മുത്തുനബി വിശ്രമിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാ നിലയിലും പ്രയാസപ്പെട്ട് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ത്വായിഫിന്റെ റോഡ് സൈഡിൽ മുളച്ചു നിൽക്കുന്ന, ആരുടെയും ചെലവിലല്ലാതെ മുളച്ചു നിൽക്കുന്ന ഈ തപ്പന മരത്തിന്റെ നിഴൽ പോലും നിഷേധിച്ച് ത്വായിഫിൽ നിന്ന് ഓടിയിട്ട് ആദ്യം നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങോട്ട് നടന്നതാണ്. 10 ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇങ്ങോട്ട് ഓടിയിട്ട് ആദ്യം നിന്ന സ്ഥലത്തേക്ക് 45 കിലോമീറ്റർ ദൂരമുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം അതായിരുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് വിഷയം അവിടെ ഒന്നല്ല. ആദ്യം ത്വായിഫ് യാത്ര മനസ്സിലായാലാണ് ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലാവുക എന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ അല്ലാഹു എനിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അനുമതി തന്നാൽ ഞാൻ ആദ്യമായി ത്വായിഫുകാർക്ക് വേണ്ടിയാണ് ശഫാഅത്ത് ചെയ്യുക. അതിന്റെ പേരാണ് റഹ്മത്ത് എന്ന് പറയുന്നത്.